ഏഴാമത്തെ ടൂർണമെന്റ് ഇന്ന് അതിഗംഭീരമായിട്ട് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് തന്നെ നമ്മുടെ ട്രോഫി വിതരണം, അതേപോലെ തന്നെ ഫസ്റ്റ് വന്നവര്, സെക്കൻഡ് വന്നവര്, ജസ്റ്റ് ബാറ്റ്സ്മാൻ, ബോളർ, ഇതിലേക്കുള്ള ഒരു കാര്യങ്ങളിലൊക്കെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ട്രോഫി വിതരണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സംഘാടക സമിതിയായ ചലഞ്ചേഴ്സ് പുലിയൂരിനെ അപ്പൊ നമ്മുടെ BPL-ലുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ചില തർക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ചില തർക്കങ്ങൾ BPL-ലുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ തർക്കങ്ങൾ രണ്ട് കൂട്ടർക്കുണ്ടായ തെറ്റിദ്ധാരണ പേരിയ സംഭവമാണ്. ഒരു കൂട്ടർക്ക് ഫിക്സറിന്റെ പ്രശ്നം മനസ്സിലായിട്ടില്ല, ഒരു കൂട്ടർക്ക് മനസ്സിലായി, അങ്ങനെ വന്ന പ്രശ്നമാണ്. അതുകൊണ്ട് ഇത് വേറെ പേഴ്സണലായിട്ട് ഒന്നും എടുക്കരുത്, നമ്മളത് കളിയുടെ സ്പിരിറ്റിൽ എടുക്കണം, യാതൊരു പ്രശ്നമല്ല. ഇനി വരുന്ന നമ്മുടെ BPL-ല് നല്ല വൃത്തിയായിട്ട് നല്ല നിയമമൊക്കെ വൃത്തിയായിട്ട് എല്ലാ കാര്യം അവരോട് കേൾക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അപ്പം നല്ല വൃത്തിയായിട്ട് നിയമങ്ങളൊക്കെ നല്ല രീതിയിൽ പൊളിച്ച് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ അടുത്ത ആഴ്ച ഇതിലും ഗംഭീരമായിട്ട് ഒരു ഉടക്കോ ബഹളോ ഒന്നും നടത്താതെ വൃത്തിയായിട്ട് നമ്മൾ ചെയ്യുന്ന സംസാരങ്ങൾ കഴിഞ്ഞു. ഇനി വിന്നിംഗ് ടീം, റണ്ണേഴ്സ് അപ്പ് ഇവരെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്നത്തെ സംഘാടക സമിതിയെ റോയൽ ചലഞ്ചേഴ്സ് ആദ്യമായിട്ട് സീരീസ് അത് വിനീഷ് റോയൽസ്. ഇതിനകത്തൊരു മുത്തം അനുകോശി യോസഫ്. അടുത്ത ബെസ്റ്റ് ബൗളർ വിനീഷ് റോയൽസ്. മുത്തം കൊണ്ടോ ട്രോഫിയാണ് റോയൽസ്. രണ്ടു വാക്ക് സംസാരിക്കടാ, രണ്ടു വാക്ക് സംസാരിക്കും. നല്ല രീതിയിൽ ഏഴാമത്തെ നമ്മുടെ ഈ ഒരു സീസൺ പൂർത്തീകരിച്ച ഇതിൽ പങ്കെടുത്ത എല്ലാ ടീമിനും കോച്ചിന്റെ പേരിൽ നന്ദി അറിയിച്ചു യുവശക്തി പുലിയോ. രണ്ടു വാക്ക് സംസാരിക്കും. ട്രോഫി മേടിച്ചു സംസാരിക്കും. എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞിട്ട് വിട്ടു. ഈ ഒരു കളി, ഈ സംഭവം നടത്തിയത് ആൾക്കാർക്ക് ഉണ്ട്. പിന്നെ ഈ ഒരു ഞങ്ങളുടെ ടീം നല്ല വീണ്ടും മൂന്ന് വട്ടം ഞങ്ങൾ